നമ്മുടെ കുളത്തിൻ്റെ അവിടെയൊക്കെ പന്നി വന്നിട്ട് മാന്തിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചേ അതിൽ പന്നി കിടപ്പണം നോക്കാം. പന്നി കൊണ്ട് രക്ഷയില്ല. തേങ്ങ, മാങ്ങ, ചക്ക, പരക്ക എല്ലാ സാധനം നശിപ്പിക്കുന്നു. പിന്നെ പറമ്പ് നശിപ്പിക്കുന്നു. ഉണ്ടോ ഉള്ള തേങ്ങയെല്ലാം തിന്നു കൊടുത്തു. ഇത് വേണ്ട പന്നിയിലെയോ ഉടുമ്പോ വേണ്ട മാന്തി കാണുന്നത്. പിന്നെ താട്ട് പോയി ഇറങ്ങാം. നമുക്ക് ഇറങ്ങാവേ. നാരങ്ങ നോക്കില്ല ഗിസ് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. അയ്യോ എന്നാലും ഗിസ് കൊടുക്കാം. പന്നിയിലുണ്ടോ നോക്കാം. കടുകപ്പുളി നാരങ്ങ ഇല്ല ഗിസ്, നാരങ്ങ വരുന്നു ഗിസ്. ഇത് എന്ത് ചെയ്യാമെന്ന് പറ. വിധിയുടെ ഒരു വിളയാട്ടം. നമുക്ക് ഇവിടെ തേങ്ങ പറക്കാം. തേങ്ങ ഇട്ടുണ്ടാൻ ഗിസ് 2-3 തേങ്ങ നിൽപ്പുണ്ട്. അത് പന്നി തിന്നറപ്പം നമുക്ക് ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ അത്രയും എളുപ്പമായില്ല ഗൈസ്. കരിമണി വിട്ട് തേങ്ങ അറക്കാൻ കിടപ്പുണ്ട്. എടുക്കണമല്ലോ എങ്ങനെയെങ്കിലും. നമുക്കെല്ലാം ഒരു ചാമ്പ വേണം കേട്ടോ. അയ്യോ കല്ലും വന്നു ഗൈസ്. വേറെ തേങ്ങ കിടപ്പുണ്ട് ഗൈസ് ഇവിടെ. പന്നി കാണാത്ത ഗൈസ് തേങ്ങ. പന്നി കാണാത്തോടെ തേങ്ങ തോടാ ചലോ എന്താ മുട്ടൻ തേങ്ങ കിടപ്പുണ്ട് കേട്ടാ. നമ്മൾ തേങ്ങ കിട്ടി. ഐ ഗൈസ് പന്നിയും മുള്ളമതിയൊന്നും കാണാത്ത തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇട്ടുകാരോ ഇതിലേതാണ്ട് പോയിട്ടുണ്ടല്ലോ ഗൈസ്. ഇതുണ്ടോ ഇതിലേതാണ്ട് പോയതാ. പാമ്പാണോ വെള്ളമാണോ പന്നിയാണോ അതോ തേങ്ങ ഉരുണ്ട് പോയതാണോ എന്ന് നമുക്കറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടണമെന്ന് കിട്ടി. ഇപ്പോൾ വന്നില്ലാന്നെങ്കിൽ നമുക്ക് ഈ തേങ്ങയൊന്നും കിട്ടില്ല ഗൈസ്. 2 ആഴ്ചയിൽ വരാത്തതുകൊണ്ട്, 2-3 മാസമായിട്ടില്ല വരുന്നില്ലാത്തതുകൊണ്ട് തേങ്ങയെല്ലാം പന്നിയും മുള്ളനുമായിട്ട് തിന്ന് തീർത്തു ഗൈസ്. വീണ്ടും ഒരു തേങ്ങ കിട്ടിയിരിക്കുന്നു. ഇതാടാ ആയ തേങ്ങ ഏതാണ്ട് വന്ന് കടിച്ചു നോക്കിയിട്ടുണ്ട്. പന്നി കടിച്ചു നോക്കിയിട്ടുണ്ട്. പന്നി വന്ന് കടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ആയ തേങ്ങ വാ നിട്ടോ. 3 ഉണ്ട്. അതല്ല പോവുള്ളൂ. പോയിച്ചോണ്ട് പോകണോ? എന്നാൽ ശരി ഗൈസ്, നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ.